ഇപ്പോൾ ബത്തേരി ഹേമചന്ദ്രൻ കൊലക്കേസിലെ പ്രതി നൌഷാദിനെ മീനാക്ഷിയിലെ വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നു. ഫോറൻസിക് സംഘവും പോലീസിനൊപ്പമുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രേക്ഷകർ. തത്സമയ ദൃശ്യം. കാണാൻ കഴിയുന്ന തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായ മുഖ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. വ്യക്തമായ ബത്തേരി ഹേമചന്ദ്രൻ കൊലക്കേസിലെ പ്രതി നൌഷാദിനെ മീനാക്ഷിയിലെ വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ്. നൌഷാദുമായുള്ള തെളിവെടുപ്പിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആഷിക്ക്, എപ്പോഴാണ് നൌഷാദിനെ എത്തിച്ചത്? അവിടെ വിവരങ്ങൾ. ലക്ഷ്മി അല്പസമയം മുമ്പാണ് എത്തിച്ചത്. എനിക്ക് കാണുന്ന ഈ വലതുവശത്തുള്ള വീട്ടിലേക്കാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ഇത് നൌഷാദിന് വിൽപ്പനയ്ക്കായി കൈമാറിയ വീടായിരുന്നു. ഈ വീട്ടിൽ വെച്ചുകൊണ്ടാണ് നൌഷാദ് ഹേമേന്ദ്രനെ കൊലപ്പെടുത്തിയായി പറയുന്നത്. ആ വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തിച്ചിപ്പോൾ തെളിവെടുപ്പിനായി എത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് 20-നാണ് ഹേമേന്ദ്രനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂട്ടിക്കൊണ്ടുവന്ന ഏകദേശം മാർച്ച് 21-ന് ഇവിടുന്ന് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. പക്ഷേ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് 1.5 വർഷത്തിന് ശേഷമാണ് ഈ ഒരു കേസിൽ തെളിവെടുപ്പ് നടക്കുന്നത്. അതിനാൽ തന്നെ എത്രത്തോളം തെളിവുകൾ ബാക്കിയുണ്ടാകും എന്നൊരു കാര്യത്തിൽ പോലീസിനും അന്വേഷണ സംഘത്തിനടക്കം ഒരു സംശയമുണ്ട്. എന്തായാലും പോലീസ് സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ACP ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. ഫോറൻസിക് സംഘം ഉൾപ്പെടെ പോലീസിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി രേഖപ്പെടുത്തേണ്ടത് പ്രധാനമാണ്. ഏതെങ്കിലും തെളിവുകളോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് പരിശോധിക്കണം. പ്രത്യേകിച്ച് നൌഷാദ് പറഞ്ഞത് ഇതൊരു ആത്മഹത്യയാണെന്നാണ്. താൻ മാർച്ച് 21-ന് വന്ന സമയത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നാണ് നൌഷാദ് പറഞ്ഞത്. അതിനാൽ തന്നെ എങ്ങനെയായിരുന്നു ഈ ബോഡി കണ്ടെത്തിയത്, ഹേമചന്ദ്രനെ കണ്ടെത്തിയത്, ഇവിടുന്ന് എന്ത് ചെയ്തു, അർദ്ധരാത്രി ഇവിടുന്ന് കൊണ്ടുപോയെന്നാണ് നൌഷാദ് നമ്മളോടൊപ്പം പറഞ്ഞപ്പോൾ എങ്ങനെ കൊണ്ടുപോയി, ഏത് സമയം കൊണ്ടുപോയി തുടങ്ങി എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസ് സംഘം ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇക്കരം ഇന്നലെ ഹേമേന്ദ്രനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. അതുപോലെ തന്നെ ശരീരത്തിലടക്കം നിരവധി പരിക്കുകളുള്ള കാര്യവും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നൌഷാദിനോട് നേരത്തെ തന്നെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ നൌഷാദ് അത്തരം കാര്യങ്ങളെ നിഷേധിച്ച ഇതും ഈ ആത്മഹത്യയാണെന്നൊരു കാര്യത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഇത് നൌഷാദിന്റെ വീടിനോട് അടുത്തുള്ള ഒരു വീടാണ്. ഇവിടെ സമീപത്തായി നേരെ കാണുന്ന വീടാണ് നൌഷാദിന്റെ വീട്. അതിന് സമീപത്തായിട്ടാണ് മറ്റേ രണ്ടാമത്തെ വീടുള്ളത്. ആ വീടാണ് നൌഷാദിന് വിൽപ്പനയ്ക്കായി ഏൽപ്പിച്ചതും. അവിടേക്കാണ് നൌഷാദ് കഴിഞ്ഞ വർഷം മാർച്ച് 20-ന് 21-ന് ഈ ഹേമേന്ദ്രനെ എത്തിക്കുകയും തുടർന്ന് കൊലപാതകം നടത്തുന്ന ഒരു കാര്യം പോലീസിന്റെ അന്വേഷണത്തിൽ പറയുന്നു. എന്തായാലും ഈ കേസിൽ നേരത്തെ തന്നെ മൂന്ന് പ്രതികൾ പിടിയിലായിരുന്നു. നൌഷാദിനെ കൂടാതെ നൌഷാദിന്റെ കൂട്ടാളികളായ മറ്റ് 3 പേരെയും പോലീസ് പിടികൂടിയിരുന്നു. അവരുടെ ചോദ്യം ചെയ്യുന്നതാണ് ഇതൊരു കൊലപാതകത്തിലേക്ക് എന്നൊരു കാര്യം തെളിയുകയും തുടർന്ന് വിദേശത്തുണ്ടായിരുന്ന നൌഷാദിനെ പോലീസ് ഇവിടേക്ക് കേരളത്തിലേക്ക് എത്തിച്ച് ആദ്യം കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ഹേമചന്ദ്രൻ കൊലക്കേസിൽ പ്രതി നൌഷാദുമായി പോലീസിന്റെ തെളിവെടുപ്പാണ് മീനാക്ഷിയിൽ നടക്കുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആഷിഖ് റഹ്മാൻ അവിടെ നിന്ന്.